രമേശ് ആ സുഗുണേട്ടൻ വിളിച്ചിട്ടുണ്ടായിനോ? സുഗുണേട്ടൻ വിളിച്ചിരുന്നു. പോയിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞില്ലേ? പോയിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞടാ. വരുന്നുണ്ടോ അടുത്തെങ്ങാനും? ഇല്ല ഇല്ല, എങ്ങനെ ഒരു കൊല്ലം കൂടെ കഴിയും. എന്താ നീ ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് ലീവാ. അതെ അല്ലേ? ഇന്നലെ രാത്രി 1 മണിയായപ്പോ ഇങ്ങനെ ചെറുതായിട്ട് വെളിച്ചം കണ്ട റൂമില്. ഉറങ്ങിയില്ലേ നീ? 1 മണിക്കാ? ചിലപ്പോ കുട്ടികളെന്തായാലും എണീറ്റുണ്ടാവും. ഞാൻ ഉറങ്ങിണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? അല്ല സോറി, സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ? സ്ക്രൂ ഡ്രൈവറാ? അകത്ത് എവിടെ കാണണം. ഞാൻ അങ്ങോട്ട് വരട്ടെ? നിന്നെ കൊറേ കാലമായില്ലേ കണ്ടിട്ട്. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഉണ്ടേനി. എന്താ പിന്നെ? എന്താ ഇങ്ങനെ പോണ്? ഞാൻ ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ എണീറ്റപ്പോ ഇങ്ങനെ ലൈറ്റ് കണ്ട്. കുട്ടികൾ ആരെങ്കിലും ഇട്ടതായിരിക്കാരോ. ആ ഒരു 24 മണിക്കൂറും ഫോണിലല്ലേ, പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ ഇപ്പൊ അവധി ആയതുകൊണ്ട് ഇപ്പൊ 2 എണീറ്റിട്ടില്ല. ഇനി ഉച്ചക്ക് കേറി വരിക. വരുന്നില്ലേ സുഗുണേട്ടൻ? സുഗുണേട്ട ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ പോയിട്ട്. പിന്നെ ഇപ്പൊ പരപ്പനയുടെ ആ സൈഡ് മുഴുവൻ തേക്കാനും പിന്നെ ഒരു ചാർത്ത് എടുക്കണം എന്നൊക്കെ ഉണ്ടേ. അപ്പൊ അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. പിന്നെ നിങ്ങളറിഞ്ഞോ നൗഷാദില്ലേ? മറ്റേ ഏത് നൗഷാദ്? മറ്റേ പോയിന്റ് ഒക്കത്തുള്ള. ഏട്ടൻ പറഞ്ഞിരുന്നു. ഒരു ഗൾഫ് പോയിട്ട് 2 കൊല്ലായില്ലേ? ഏട്ടൻ പോണേന്റെ തലേ മാസം പോയത്. മോന്റെ ഭാര്യല്ലേ, ഓട്ടോറിക്ഷക്കാരൻ റാഫില്ലേ, നൈസായിട്ട് പൊക്കിയ ആൾക്കാര്. ആണോ? പിന്നെ ഓരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഗൾഫാരെ ഭാര്യമാരൊക്കെ എത്രയെന്ന് വെച്ചിട്ടാലേ പിടിച്ചു നിക്ക. ഞാൻ ചോദിക്കണേ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചെന്ന് പോണേ? ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പില് ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിന്റെ ലിങ്കാ. എനിക്കാ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. എന്താന്നറിയോ, ഗൾഫുകാരന്റെ ഭാര്യന്റെ അടുത്തോട്ട് അടുത്ത വീട്ടിലുള്ള ചെക്കൻ രാത്രി നിക്കാൻ വരുന്നത്. അതിന്റെ വീഡിയോ. എന്തൊക്കെ വീഡിയോ അല്ലേ യൂട്യൂബ് ഇറക്കണത്. ശരിക്കും ഓരോരുത്തര് ഭാഗ്യം. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ, നിങ്ങൾക്കൊന്നുമില്ല ആഗ്രഹം. ഞാനൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തരേ. അന്റെ തള്ളക്ക് എന്തേലും ആഗ്രഹം ഉണ്ടോന്ന് മോനെ നടക്ക് ചോദിക്കാറുന്നല്ലോ പോയിട്ട്. അന്റെ തള്ളക്കേ ആഗ്രഹം ഉണ്ടോന്ന് ചോദിക്കാറുന്നില്ലേ? നീ എന്താടാ ഗൾഫുകാരെ ഭാര്യമാരെ കരുതിയത്? അവിടെ ഇവിടെയൊക്കെ ഇടയിലൊരു പുട്ട് പറഞ്ഞമാതിരി ഓരോന്ന് കാട്ടിക്കൂട്ടണ നീ എല്ലാ ഗൾഫുകാരെ ഭാര്യമാരും നിങ്ങളാ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞേ. എടാ പരട്ട് കഴുതേ, ഞാനിവിടെ വന്നിട്ട് 10-16 കൊല്ലായി. നീ ഇങ്ങനെ മുട്ടിലേണ്ട പറഞ്ഞ കാലത്ത് ഞാൻ വന്നത് അങ്ങോട്ട്. എന്റെ മുമ്പിലാണ് ഈ ഇങ്ങനെ പിടിച്ച വെച്ചതും നടന്നതും 10ാം ക്ലാസ് പാസ്സായതും ഇപ്പൊ ഈ ജോലിക്ക് പോയെന്ന് തുടങ്ങിയതൊക്കെ. ചുരുക്കി പറഞ്ഞ എന്റെ തളനേക്കാൾ 2-3 വയസ്സേക്ക് കുറവുള്ളൂ. ഈ എന്റെ മുമ്പിൽ വന്നിട്ട് ആട്ടാടുന്ന എന്താണ് ഈ പ്രവാസികളുടെ ഭാര്യമാരെ കുറിച്ച് കരുതിയത്? എല്ലാരും ഈ നടക്കണോ? ഞാൻ അങ്ങനല്ല. എടാ മരപ്പൊട്ടാ, ഈ എന്താ വിചാരിച്ചേ? എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെ ചെയ്യാന്നോ? പിന്നെ എന്താ ഈ വിചാരിച്ചത്? ഞാൻ വെറുതെ അല്ല, എനിക്കിങ്ങനെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ. വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ എന്റെ കയ്യിലിരിക്കണ ചൂലാണ് ഇതിന് മറുപടി പറയാ. ഞങ്ങളുടെ കെട്ടിയോമാരെ അങ്ങ് ദൂരെ കിടന്ന് കഷ്ടപ്പെടാണെങ്കിലേ ഞങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടാ. എന്റെ അമ്മയുടെ എന്റെ അച്ഛനെ ഈ നാട്ടുകാര് മൊത്തം കേൾക്കണം എന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. എടാ ഒന്നെക്കാളി എത്ര വയസ്സിന് കുറവുള്ള എന്റെ കുട്ടിക്ക്? ഒന്നെപ്പോലുള്ള ഒരു വിത്തുകളാണ് ഈ നാട്ടിന്റെ ശാപം. എന്താ വിചാരിച്ച പ്രവാസികളുടെ ഭാര്യമാരെ കുറിച്ച്? ഞങ്ങൾ അന്തസ്സോടെ കഴിയുന്ന പെണ്ണുങ്ങളുണ്ട് ട്ടാ, ഇത് മറക്കരുത്. ഞങ്ങളുടെ കെട്ടിയോമാരവിടെ ചോര നീരാക്കി എല്ല് വെള്ളാക്കി പണിയെടുക്കണ്ടെങ്കിൽ അതുപോലെ ഉരുകിട്ടാ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. എല്ലാരും ഒരേ കാറ്റഗറിയിൽ അങ്ങനെ കണ്ട ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിന്. നിന്റെ അടിച്ചതിന് മോളിൽ കേറിണ്ടെങ്കിൽ ഇറങ്ങി പോണം. എന്റെ അമ്മനോടല്ല, എന്റെ എല്ലാവരോടും ഞാൻ വന്ന് പറയും. ഇറങ്ങി പോടാ. പോടാ. ഇനി കാലല്ലേ ഈ ഏട്ടൻ വിളിക്കട്ടെ, ഞാൻ കാണിച്ചു. ഇറങ്ങി പോടാ. ചേച്ചി പറയരുത് ചേച്ചി, പ്ലീസ് പ്ലീസ് ചേച്ചി, കാല് പിടിക്കാം. അതുകൊണ്ടാ ചേച്ചി പറയരുത്, അറിയാതെ പറഞ്ഞു പോയതാ. സോറി ചേച്ചി. ചേച്ചിയെ പ്രേമേച്ചിയെ സോറി കേട്ടോ. പോടാ. അതിനെങ്ങനെയാ ഒന്നും കൂടെ വലുതാകുമ്പത്തിന് മൊബൈൽ ഫോൺ കയ്യിലാണ്ട് കൊടുക്കും. പിന്നെ അതില് കിട്ടാത്ത അപ്പോഴും സൈറ്റുകളും ഇല്ല. പിന്നെ ചെക്കന്മാരിങ്ങനെ ആവാതിരിക്കുക എങ്ങനെ? പോയിട്ട് തള്ളനെ പെങ്ങളെ ആരെയും കണ്ടാ മനസ്സിലാവാതായിക്കണു. പ്രവാസിയുടെ ഭാര്യമാർക്ക് മുട്ട്